بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പവിത്രമായ ഉപദേശങ്ങളാണ് തുടരുന്നത്. മഹാനായ അബൂബക്കർ ശിബിലി റഹ്മഹുല്ല 40 ഉസ്താദന്മാരുടെ അടുക്കൽ ഖിദ്മത്ത് ചെയ്ത കാര്യമാണ് കഴിഞ്ഞ പാഠത്തിൽ കഴിഞ്ഞത്. അതിൽ നിന്ന് അദ്ദേഹം ഒരു ഹദീസാണ് സ്വീകരിച്ചത്. ആ ഹദീസിലെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഹദീസ് പറഞ്ഞ് വിശദീകരിച്ചാണ് നിർത്തിയത്. വതഅമ്മൽ ഫി ഹികായത്തിൻ ഉഖ്റ, മറ്റൊരു ഹിക്കായത്തിനെ സംബന്ധിച്ച് നീ ചിന്തിക്കുക. നേരത്തെ പറഞ്ഞ ഇമാം അല്ലാമ ഷിബിലിയുടെ ഹിക്കായത്താണ്. ഇനി പറയുന്ന മറ്റൊരു ഹിക്കായത്ത് വദാലിക, അതെന്താണ്? അന്ന ഹാത്തമനിൽ അസമ്മ റഹിമഹുല്ല, ഹാത്തമുൽ അസം റഹ്മത്തുള്ളാഹി അലൈഹി കാന മിൻ അസ്ഹാബി ഷഖീഖുൽ ബൽഖി, മഹാനായ ഷഖീഖുൽ ബൽഖി റഹിമഹുല്ലയുടെ ശിഷ്യന്മാരിൽപ്പെട്ട പ്രസിദ്ധനാണ് ഹാത്തമുൽ അസം റഹിമഹുല്ല. രണ്ടുപേരും പഴയ ആൾക്കാരാണ്. അഥവാ ഖൈറുൽ ഖുറൂനിൽ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. ഫസഅലഹു യൗമൻ, ഒരു ദിവസം തൻ്റെ ഉസ്താദ് ഷഖീഖുൽ ബൽഖി ഹാത്തമുൽ അസമിനോട് ചോദിച്ചു. ഖാല സാഹബ്തനി മുൻദു 30 സനത്തൻ, 30 വർഷമായി നീ ഞാനുമായി സഹവസിക്കുകയാണല്ലോ. മാ ഹസ്സൽത ഫീഹ, ഈ കാലഘട്ടങ്ങളിൽ നീ എന്താണ് ഇൽമ് സ്വീകരിച്ചത്? നിനക്ക് എന്ത് ലഭിച്ചു? നിനക്ക് എന്ത് ഇൽമ് കിട്ടി എന്ന് ചോദിച്ചു. കാല, അദ്ദേഹം പറഞ്ഞു, ഹസ്സൽതു 8 ഫവായിദ മിനൽ ഇൽമി, ഇൽമിൽ നിന്നുള്ള ഒരു 8 നുക്തകൾ, പ്രയോജനങ്ങൾ, 8 പോയിന്റുകൾ ഞാൻ കരസ്ഥമാക്കി. വഹിയ തക്ഫീനി മിൻഹു, എനിക്കത് മതിയാകുന്നതാണ്. ആ ഇൽമിൽ നിന്നും ആ 8 പോയിന്റുകൾ എനിക്ക് മതിയാകും. കാരണം അന്നി അർജു ഖലാസി വ നജാത്തി ഫീഹ, ഞാൻ എൻ്റെ രക്ഷയെയും എൻ്റെ വിജയത്തെയും അതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ഈ വിഷയം 8 മസല പഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ വേറെ വിശദീകരിച്ച ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്. ഷഖീഖുൽ ബൽഖി റഹ്മഹുല്ല തൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ വർഷം മുഴുവൻ പാഴാക്കിയല്ലോ നിന്റെ ശിക്ഷണത്തിലായിട്ട്, നിന്നെ പിന്നെ തർബിയത്ത് ചെയ്യുന്നതിലായിട്ട്. നീ ആകെ 8 കാര്യമേ പഠിച്ചിട്ടുള്ളോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഈ പുറകെ പറയുന്നത്. ഈ ഇൽമിന്റെ എനിക്ക് എൻ്റെ രക്ഷയും എൻ്റെ വിജയവുമെല്ലാം അതിലാണ് ഞാൻ കാണുന്നതെന്ന്. ആ ഒരു ഭാഗം ഇവിടെ വിട്ടുപോയി. അപ്പൊ കാല ഷക്കീഖുൻ, അപ്പം ഷക്കീഖ് ചോദിച്ചു മാഹി, അതെന്താണ്? എങ്കിൽ പറ 8 കാര്യം എന്താണെന്ന്. കാല ഹാത്തമുൽ അസമ്മു, ഹാത്തമുൽ അസം റഹ്മഹുല്ല തൻ 30 വർഷം കൊണ്ട് പഠിച്ച 8 കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. ആദ്യമേ ഉസ്താദിനെ നിരാശപ്പെടുത്തി, പിന്നീട് അദ്ദേഹം പറയുകയാണ്. അൽഫായിദത്തുലൂല, ഒന്നാമത്തെ പോയിന്റ്, അന്നി നളർത്തു ഇലൽ ഖൽഖി, ഞാൻ സിട്ടികളിലേക്ക് നോക്കി. ഫറഅയ്തു ലികുല്ലി മിൻഹും മഹ്ബൂബൻ, ഞാൻ കണ്ടു ഓരോരുത്തർക്കും ഓരോ മഹബൂബുണ്ട്. മഹശൂക്കൻ, ഓരോരുത്തർക്കും അവർ സ്നേഹിക്കുന്ന, അവര് പിന്നെ ഇഷ്ക് വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ട്. യുഹിബ്ബുഹു വ യഅശുഖുഹു, ആ മഹബൂബിനെ അയാൾ സ്നേഹിക്കുന്നു, ആ മഅശൂക്കിനെ അയാൾ ഇഷ്ക് വെക്കുന്നു. ബഅദു ദാലിക്കൽ മഹബൂബി, ചില സ്നേഹിതന്മാർ യുസാഹിബുഹു ഇലാ മർദിൽ മൗത്തി, മരണരോഗം വരെ അയാളുമായി സഹവസിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. വബഅദുഹു, ചിലര് ഇലാ ഷഫീരിൽ ഖബർ, ഖബറിന്റെ അതിർത്തി വരെ, അതിന്റെ ആ ഖബറിന്റെ അറ്റം ഉണ്ടല്ലോ അവിടം വരെയും സഹവസിക്കും. സുമ്മയർജു കുല്ലു, ഇവരെല്ലാം മടങ്ങി പോകുമ്പോൾ യത്രുക്കു, ഇയാളെ ഒഴിവാക്കും. ഫരീദൻ വഹീദൻ, ഒറ്റയ്ക്കായിട്ട് ഒഴിവാക്കും. വലാ യദ്ഖുലു മഅഹു, അയാളോടൊപ്പം പ്രവേശിക്കുകയില്ല. ഫി ഖബരിഹി, അയാളുടെ ഖബറിൽ മിന്നും, ആ സ്നേഹിതന്മാരിൽ നിന്നും അഹദുൻ, ആരും ഉണ്ടാവുകയില്ല ഖബറിൽ. അപ്പൊ ഫതഫക്കർതു, ഞാൻ ചിന്തിച്ചു. വഖുൽതു, ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, അഫ്ളലു മഹബൂബിൽ മർഇ, ഒരു മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠനായ സ്നേഹിതൻ മാ യദ്ഖുലു ഫി ഖബരിഹി, അവന്റെ ഖബറിൽ അവനോട് മുമ്പിൽ
അവനോടൊപ്പം പ്രവേശിക്കുന്നയാളാണ്. ഫിഹി, ഖബറിൽ അവന് ഈനാസ്, നേരമ്പോക്ക് നൽകുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. അപ്പൊ ഫമാ വജത്തുഹു, ഞാൻ ആ ഒരു സ്നേഹിതനെ എത്തിച്ചില്ല. ഖൈറൽ അമാലി സ്വാലിഹത്തി, സ്വാലിഹത്തായ അമലുകളെ അല്ലാതെ ഞാൻ അങ്ങനെ ഒരു സ്നേഹിതനായിട്ട് എത്തിച്ചില്ല. ഫഅഖദ്തുഹ, ഞാൻ അതിനെ എടുത്തു. മഹബൂബൻ, ഞാൻ അതിനെ മഹബൂബായി സ്വീകരിച്ചു, ഞാൻ സ്വീകരിച്ചു. മഹബൂബൻ ലി തകൂന സിറാജൻ ലി ഫി ഖബരി, ആ അമാലു സ്വാലിഹാത്ത് എൻ്റെ ഖബറിൽ പ്രകാശമാകാൻ വേണ്ടി, വിളക്കാകാൻ വേണ്ടി. തുആനിസനി ഫീഹി, ആ ഖബറിൽ എനിക്ക് ഈനാസ് ഉണ്ടാക്കി തരാൻ വേണ്ടി, നേരം പൊക്ക ഉണ്ടാക്കാൻ വേണ്ടി. വലാ തത്രുക്കനി ഫരീദ, എന്നെ ആ മഹബൂബ് എന്നെ ഒറ്റയ്ക്ക് എന്നെ വിടാതിരിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഞാൻ സ്വീകരിച്ചു. രണ്ടാമത്തെ പ്രയോജനം, അന്നി റായിത്തുൽ ഖൽക്ക, ഞാൻ സൃഷ്ടികളെ കണ്ടു. യഖ്തദൂന ബി അഹ്വാഇഹിം, അവരുടെ ഇച്ഛകളുടെ പുറകെ അവരിങ്ങനെ പോവുകയാണ്. വയുബാദിറൂന ഇലാ മുറാദാത്തി അൻഫുസിഹിം, അവരുടെ നഫ്സുകളുടെ മുറാദുകൾ, ഉദ്ദേശങ്ങൾ, അതിലേക്ക് അവർ ഓടി അടുക്കുകയാണ്. ഫതഅമ്മൽതു ഖൗലഹു തആല, അപ്പൊ ഞാൻ അള്ളാഹുവിന്റെ വാക്ക് ചിന്തിച്ചു. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. ഒരാള് അവൻ തൻ്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നതിന് അവൻ ഭയപ്പെട്ടു, എന്നിട്ടോ അവന്റെ നഫ്സിനെ, ഇച്ഛയെ തൊട്ട് അവൻ തടഞ്ഞു നിർത്തുകയും ചെയ്തു. എന്നാൽ ഫൈനൽ ജന്നത ഹിയൽ മഅവ, സ്വർഗം അവന് മഅവയാണ്, സ്വർഗം അവന് വാസസ്ഥലമാണ്, അവന്റെ അഭയകേന്ദ്രമാണ്. ഈ ആയത്ത് ഞാൻ ചിന്തിച്ചു. വതയക്കന്തു, ഞാൻ ഉറപ്പിച്ചു. അന്നൽ ഖുർആന ഹഖുൻ സാദിഖുൻ, നിശ്ചയം ഖുർആൻ അത് ഹക്കാണ്, അത് സാദിഖാണ്, അതിൽ യാതൊരുവിധ കലർപ്പും ഇല്ല. ഫബാദർതു ഇലാ ഖിലാഫി നഫ്സി, എൻ്റെ നഫ്സിന്റെ എതിര് ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞതുപോലെ അതിന്റെ എതിരിലേക്ക് ഞാൻ ഓടിയെടുത്തു. വതശമ്മർതു ലി മുജാഹദത്തിഹ, ആ നഫ്സുമായിട്ടുള്ള മുജാഹദയ്ക്ക് വേണ്ടി അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചു. വമൻഇഹ അൻ ഹവാഹ, ആ നഫ്സിന്റെ ഇച്ഛയെ തൊട്ട് അതിനെ തടയുന്നതിനും ഞാൻ പരിശ്രമിച്ചു. അങ്ങനെ ഹത്തർത്താലത്ത്, ആ നഫ്സ് ലി താഅത്തിൽ, അള്ളാഹുവിന്റെ താഅത്തിന് തൃപ്തി അടയുന്നതായി തീർന്നു എൻ്റെ നഫ്സ്. സുബ്ഹാനഹു വ തആല. വൻകാദത്ത്, അള്ളാഹുവിന്റെ താഅത്തിന് അത് തൃപ്തി അടയുന്നതായി തീർന്നു. വൻകാദത്ത്, അള്ളാഹുവിന്റെ താഅത്തിന് വേണ്ടി അത് കീഴടങ്ങി അനുസരിച്ചു. ഇതെനിക്കുണ്ടായ അനുഭവമാണ് അദ്ദേഹം പറയുക. അൽ ഫായിദത്തു സാലിസ, മൂന്നാമത്തെ പ്രയോജനം, പോയിന്റ്, അന്നി റായിത്തു കുല്ല വാഹിദിൻ മിനൻ നാസി, ജനങ്ങളിൽപ്പെട്ട ഓരോരുത്തരെയും ഞാൻ കണ്ടു. യസ്ഫാഫി ജംഉ ഹുതാമി ദുന്യ, ദുന്യാവിന്റെ ചരക്കുകളെ വാരിക്കൂട്ടുന്നതിൽ ശ്രമിക്കുന്നതായിട്ട്. എന്നിട്ട് സുമ്മ യുംസിഖു, അയാൾ അതിനെ പിടിച്ചു വെക്കും. കാബിലൻ യദഹു, അയാളുടെ കയ്യിനെ അയാൾ പിടിക്കുന്ന നിലയിൽ, അലഹി, അതിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ കൈ അയച്ചു കൊടുക്കില്ല ആർക്കും, എല്ലാം പിടിച്ച് കയ്യിൽ വെക്കും, എല്ലാം കൂടെ സൂക്ഷിച്ചു വെക്കും. അപ്പൊ താമലത്ത് ഞാൻ ചിന്തിച്ചു, ഫി ഖൗലിഹി തആല, അള്ളാഹുവിന്റെ ഈ കൗലില്, മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖി, നിങ്ങളുടെ അടുക്കലുള്ള ഒന്ന് അത് നശിച്ചു പോകും, യജമാനന്റെ മുമ്പിൽ അടുക്കലുള്ളത് അത് വിശേഷിക്കുന്നതാണ്. ഇത് ഞാൻ പിന്നെ ഓർത്തു ഈ ആയത്തിനെ കുറിച്ച്. അങ്ങനെ ഫബദൽതു മഹ്സൂലി മിന ദുന്യ, ദുന്യാവിൽ നിന്ന് എനിക്ക് കിട്ടിയതല്ല ഞാൻ ചെലവഴിച്ചു, ലിവജിഹില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി. ഫറഖ്തുഹു ബൈന മസാകീനി, മിസ്കീന്മാരുടെ ഞാൻ അതിനെല്ലാം പിന്നെ അംശിച്ചു കൊടുത്തു, ഓഹരി ചെയ്ത് വിട്ടുപിരിച്ചു കൊടുത്തു. ലിയകൂന ദുഖറൻ ലി ഇൻദല്ലാഹ്, എനിക്കത് അള്ളാഹുവിൻ്റെ അടുക്കൽ ദുഖറാകാൻ വേണ്ടി, ഒരു സൂക്ഷിപ്പ് മുതലാകാൻ വേണ്ടി. ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയ മൂന്നാമത്തെ വിജ്ഞാനം. ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ നിർത്തുകയാണ്.